ചിത്രേ, ഒരു നിലപാട് ഞാൻ പറയാം, അത് സ്ത്രീ വിരുദ്ധമാണോ അല്ലേ എന്ന് പറയണം. നിങ്ങൾ ഇവിടെ ജയിച്ചു പോകുന്നത് നിങ്ങളുടെ ഈ വാക്ക് കൊണ്ടും അതേപോലെ നിങ്ങളുടെ ഈ ശരീരം കൊണ്ടുമാണ്. ശരീരം വിൽപ്പനയ്ക്ക് വെച്ച് അല്ലെങ്കിൽ ജയിക്കുന്ന MLA. ഇത് കായംകുളത്തെ നമ്മുടെ പ്രതിഭ MLA-ക്കെതിരെ വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. രാഷ്ട്രീയമല്ല നമ്മളിവിടെ നോക്കുന്നത്, ഈ ഒരു പ്രസ്താവന മാത്രം സ്ത്രീ വിരുദ്ധമാണ്. ഇത് സ്ത്രീ വിരുദ്ധമാണ്. ഇത് ഇപ്പം ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അവര് എന്താ പറയാ, എനിക്ക് തോന്നുന്നു അവര് സിനിമയിലൊക്കെ അഭിനയിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം ഇവര് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിനപ്പുറം ചിലപ്പോൾ കേൾക്കേണ്ട വരുമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണെന്നുള്ളതാണ്. അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ആണ് ഇതിനകത്ത് സംസാരിക്കേണ്ടത്. പക്ഷെ ഇത് അതൊരു സൈഡാണ്. പക്ഷെ വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുമ്പോൾ മാത്രമേ ഈ ശരീരത്തിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഇത് സ്ത്രീ വിരുദ്ധതയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷ വിരുദ്ധത എന്ന് പറഞ്ഞൊരു വേർഡേ നമ്മുടെ ഇതിനകത്തില്ല. അതായത് സ്ത്രീ വിരുദ്ധത എന്ന് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. പുരുഷന്മാർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി വാക്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ തന്നെ വേറൊരു പൊളിറ്റീഷ്യനെ ഇവരിങ്ങനെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ആർക്കെതിരെ കേട്ടോ. പക്ഷെ ഇത് ഒരുപാട് തരത്തിൽ ഇപ്പൊ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് മാത്രം പ്രതിഭ MLA-യുടെ പേര് വന്നു. അതിന്റെ അപ്പുറത്തേക്കും അല്ലാതെ ബാക്കിയുള്ള മേഖലകളൊന്നും ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ അവരവിടെ തന്നെ അവരുടെ തട്ടകമായിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോ കോർപ്പറേറ്റ് ആണെങ്കിലും ശരി, IT ആണെങ്കിലും എന്താണെങ്കിലും ശരി, അവിടെ ഇത് കേട്ടിട്ടില്ലേ? ഇത്തരത്തിലുള്ള അവക്ക് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഈ ഒരു കാര്യം മറ്റു മേഖലയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പ്രതിഭ MLA സംബന്ധിച്ചാണെങ്കിൽ ഒരു കുറെ നീണ്ട കാലങ്ങളായിട്ട് ഈ അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആണ്. നീണ്ട 2 നമ്മുടെ പിണറായി സർക്കാരിന്റെ സഭയിലും MLA ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അവരുടേതായിട്ടൊരു പേര് കായംകുളത്തുണ്ട്. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ളതാണെങ്കിലും വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ അതിങ്ങനെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് അവരെ എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൊമോഷൻ കിട്ടുകയാണ് ഒരു കോർപ്പറേറ്റിൽ, അവർക്ക് എന്തിനാ കിട്ടിയത്? അവരുടെ ടാലന്റും ഹാർഡ് വർക്കൊക്കെ 2ാമത്തെ പൊസിഷൻ. അവൾക്ക് കാണാൻ ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഉള്ളവളാണ്, അതുകൊണ്ടാണ് അവൾക്ക് ആ പ്രൊമോഷനൊക്കെ കിട്ടി പോകുന്നത്. ഈ രീതി എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പ്രൊമോഷൻ കിട്ടുമ്പോഴാണെന്നുണ്ടെങ്കിലും അവളെ കണ്ടിട്ടാണ് ആൾക്കാർ അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇത് എല്ലാം എന്താ പറയാ, സ്ത്രീകളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ആ ഒരു സ്ഥാനം കിട്ടുന്നത്, ഇല്ലാതെ അവരുടെ ഹാർഡ് വർക്കോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളിലുള്ള ഒരു മാനേജ്മെന്റോ കണ്ടിട്ടല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആൾക്കാരുടെ ഒക്കെ തോട്ടം എന്ന് പറയുന്നത്. ഇത് പക്ക എന്താ പറയാ, അത് അടിച്ചിടാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ പറയരുത്. എനിക്ക് തോന്നുന്നു അതെ, ശരീരം കൊണ്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ പറയുന്ന വേറെ ആൾക്കാരെ പറയുന്നതോ ഓക്കെ. ഇവരെയൊക്കെ പറയുമ്പോഴത്തേന് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ എന്താ പറയാ, ഇങ്ങനെയാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒരു നടീനെയാണെങ്കിലും പണ്ടൊക്കെ ആയിരുന്നു അങ്ങനത്തെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ചിത്രേ, ഇവർക്ക് എന്താ അഭിനയിക്കാൻ അറിഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും സിനിമകളിൽ അവസരം കിട്ടുന്നത്? ഇതൊക്കെ കൃത്യമായി അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇങ്ങനത്തെ കേസുകളൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സിനിമയെ ഞാൻ പറഞ്ഞത്. അത് കുറച്ചു പേര് അതിനു വേണ്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ കുറച്ചു പേര് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ അവർക്ക് കുറെ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഴിവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ വരെ ഭയങ്കര ഹൈയിലെത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കി എല്ലാരും ആ കാറ്റഗറിയിലേക്ക് പെടുത്തുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പരിചയം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇയാള് പ്രതിഭ MLA-യും അങ്ങനെ വെച്ച് പറഞ്ഞത്. ഓക്കെ, എനിക്ക് പരിചയമുള്ള ഇവരിങ്ങനെയാണ്, അപ്പൊ ഇവരും ഇങ്ങനെ ആയിരിക്കാം. അത് പൊതുവെ അങ്ങ് പ്രസ്താവിക്കുക, എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇത് എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാര്
ശരിക്കും ഇതൊരു പൊളിറ്റിക്സിന്റെ മാത്രം പ്രശ്നമല്ല, മനുഷ്യന്റെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് പെൺകുട്ടിയാണ്. അപ്പം അവള് ലിപ്സ്റ്റിക് ഇടുന്നത് അവളുടെ അച്ഛന് ഇഷ്ടമല്ല. അതായത് ലിപ്സ്റ്റിക് ഇടരുത്, ലിപ്സ്റ്റിക് ഇടുന്നത് ചീത്ത പെണ്ണുങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് കുറെ നാളുകൾ മുമ്പുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ലിപ്സ്റ്റിക് ഒക്കെ നമ്മളൊക്കെ ഇത്രയും ഇപ്പൊ കടയിൽ പോകുന്നെങ്കിൽ പോലും ലിപ്സ്റ്റിക് ഇടും. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഇടുന്ന ആ ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും കുറെ നാൾ മുന്നേ ഉള്ള കാര്യം. അപ്പം ലിപ്സ്റ്റിക് ഇടുന്നത് ആക്ച്വലി അയാളുടെ അച്ഛന് ഇഷ്ടമല്ല. അപ്പം എത്ര വഴക്കടിച്ചിട്ടാണെങ്കിലും അച്ഛൻ ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി അഴിച്ചിടുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ പറയുന്നത് ആള് ഒരു എന്താ പറയുക, ഇത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്, ചീത്ത പെണ്ണുങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇത് കുറേയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ആൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. കുറെ നാള് പുറത്തായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറെ ബന്ധങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആൾ ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവര് നോക്കുമ്പോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയാ അണിഞ്ഞൊരുങ്ങി അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതങ്ങനെയല്ല എന്നുള്ളത് ആൾക്കാർക്ക് എപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളും ഒരു എന്താ പറയാ ലിപ്സ്റ്റിക് ഇട്ട് പോകുന്നതും നമ്മൾ കണ്ണെഴുതുന്നതും ഇതൊക്കെ ആണുങ്ങളെ വശീകരിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ പുറകെ വരില്ലേ? അത്രയ്ക്ക് ഇതായിട്ടുള്ള ആൾക്കാരാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് എല്ലാ ആൺകുട്ടികളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നത് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലാണ്ട് ആണുങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ള ആവശ്യമില്ല, നമുക്ക് അതിനുള്ള സമയവും ഇല്ല എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നത്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ സൗന്ദര്യം എന്താണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഈ പ്രതിഭയെ വെച്ച് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്സ് ആയതുകൊണ്ട് മാത്രം നമുക്ക് പറയാം ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അവരുടെ ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഇന്ത്യയാണ് ഇന്ദിര അല്ലെങ്കിൽ ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ സൗന്ദര്യം എന്ന് പറയുന്ന ഫാക്ടർ എടുത്ത് വെച്ചിട്ട് മാത്രം അതായിരുന്നു അവരുടെ സൗന്ദര്യം. ആ ഒരു ധൈര്യമായിരുന്നു, ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി. ഇപ്പോ ഐശ്വര്യ റായ് എന്ന് പറയുന്ന സമയത്ത് സൗന്ദര്യമായി നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ ക്യാരക്ടർ കൂടിയാണ്. ഈ സൗന്ദര്യ മത്സരത്തിന് അതുകൂടെ ചോദ്യങ്ങളോട് ചോദിക്കുള്ളൂ, വെറുതെ അവരുടെ GK-ന്റെ അപ്പുറത്തേക്കും നിങ്ങൾ എങ്ങനെയാണ് ഓരോ വിഷയങ്ങളൊക്കെ ആണല്ലോ അതിൽ ചോദിക്കുന്നത്. അപ്പൊ സൗന്ദര്യത്തിന്റെ ഒരു മാറ്റർ എന്ന് പറയുന്നത് അവരെങ്ങനെ ഒരു പ്രതിസന്ധിയെ മറികടക്കും എന്നുള്ളതും ഒരു സൗന്ദര്യമാണ്. അത് അങ്ങനെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കൽപ്പന ചൗള, ഈ സുനിത വില്യംസ് ഇത്രയും കാലമായിട്ട് ഈ ബഹിരാകാശത്തൊക്കെ പോയിട്ട് അവരുടെ ആ ഒരു എന്ന് വെച്ചാൽ രൂപത്തിന് തന്നെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യമില്ലായ്മ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അവര് ഇത് പോകുന്നത് ഇതുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അത്തരത്തിൽ ഇപ്പോ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്? അഭിമാനമല്ലേ തോന്നുന്നത്? അപ്പോ ഈ സൗന്ദര്യവും അതേപോലെ തന്നെ ഇതിന്റെ ഒരു കാറ്റഗറൈസ്ഡ് മാറേണ്ടതായിട്ടിരിക്കുന്നു. അതൊരു ഭയങ്കര വലിയൊരു പൊസിഷനിലേക്ക് എത്തുമ്പോ ഇത് ആരും മൈൻഡ് ചെയ്യില്ല. അതിനകത്തേക്കുള്ള പടികളില്ലേ, കയറി പോകുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിൽക്കുമ്പോ ഇത് എല്ലാരും ക്രിട്ടിസൈസ് ചെയ്യും. ഇതിപ്പം ഒരു സൈഡിലുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് പെൺകുട്ടികൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ നേരത്തെ പറയുന്ന പോലെ സ്ത്രീ വിരുദ്ധതാന്ന് നമ്മൾ പറയുന്നുള്ളൂ. ആൺകുട്ടികളെയും ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ ഇതുപോലെ അവരുടെ ബാക്കിയുള്ള ശരീരഭാഷനെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ല പുരുഷ വിരുദ്ധത എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അത് എങ്ങനെ അതൊക്കെ ആളുകളുടെ ഒരു ചിന്താഗതി മാറ്റണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആരും നമുക്ക് പോയി നന്നാക്കാനോ കാര്യങ്ങളോ കേൾക്കുന്ന പുതിയ ആൾക്കാർ എന്താ ചിന്തിക്കുക? ഇവരെ കാണുന്ന സമയത്ത് ഇവരുടെ ആ ഒരു വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു. കാരണം ഈ സ്ത്രീ ഇങ്ങനെയാണ് എന്ന് അയാൾ മുദ്ര കുത്തി പറയാണ് ചെയ്യുന്നത്. അതിനൊരു ഓപ്ഷൻ ഇല്ല. കുറച്ചുകൂടി വിവരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് ആ പറഞ്ഞ ആളുടെ ആ ഒരു വാല്യൂ മാത്രമേ ചിന്തിക്കുള്ളൂ. അത്രയും ദുഷിപ്പുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ കുറഞ്ഞു വരുള്ളൂ. ബാക്കി കുറച്ച് വിവരമുള്ള മനുഷ്യര് അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുള്ളൂ. ഇല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര കൺസേൺ ആയിട്ടുള്ള മനുഷ്യരാണ്. ഇവര് ലൈഫിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കുന്നുണ്ടോ നമുക്കറിയില്ല. ചിലപ്പോൾ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് പുള്ളി ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടെന്ന് വേണം നമുക്ക് പറയാൻ. അതേപോലെ പ്രതിഭയെ പോലെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പുരുഷന്മാരും ഈ ഒരു ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ.
എന്തായാലും പ്രതിഭയ്ക്കൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയമല്ല, അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾ കേട്ട ആ വാക്കുകൾ സ്ത്രീവിരുദ്ധമായതുകൊണ്ട് ഒരു അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധം എന്ന് തന്നെ നമുക്ക് പറയാൻ സ്ത്രീകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ട ആരെയാണെങ്കിലും ഒരു മനുഷ്യവിരുദ്ധ ഒരു കാര്യം തന്നെയാണ് ഇവർ ഇപ്പൊ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത്ര ഈസി അല്ല അത്. ഇപ്പൊ ചിത്ര കേട്ടാലും ഞാൻ കേട്ടാലും നമ്മൾ എത്ര ധൈര്യമുള്ള ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരിയുള്ള ഒരാൾ വന്നിട്ട് ചിത്ര ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിന് കാരണം ചിത്രയുടെ ശരീരമാണെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അപ്പോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രതിഭയോടൊപ്പം തന്നെയാണ്.